ഇത് നമ്മുടെ ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്ത് ഉരുൾപൊട്ടിയ ആ ഒരു ഭാഗമാട്ടോ ഇപ്പോഴത്തെ അവസ്ഥയാണിത്. ഇത് എത്ര താഴെയാണെന്നറിയോ കാണുന്നത്. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും. മനുഷ്യൻ വിചാരിച്ചാൽ പോലും ഇത്ര ആഴത്തിൽ ഇതുപോലെ ആക്കി കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഭയങ്കര താഴ്ചയിലാണ് ഇപ്പോൾ ഇതിൻ്റെ പൊക്കത്ത് നോക്കുമ്പോൾ. പക്ഷേ ഈ ഒരു പള്ളി കണ്ടോ, ഈ കുന്നിൻ്റെ മേലുള്ള ഈ പള്ളി വരെ ഇതിൽ നശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ എത്ര പൊക്കത്തിൽ എത്ര ശക്തിയിലാണ് ഈ വെള്ളം വന്നതെന്നുള്ളത് ചിന്തിച്ചാൽ മനസ്സിലാവും. ആ വെള്ളത്തിൽ ഒഴുകി വന്ന പാറയുടെയൊക്കെ വലിപ്പം കാണണമെങ്കിൽ ഞാൻ ഈ പാറയുടെ അടുത്ത് നിന്നാൽ മതിയോ. ഇത് കണ്ടോ, ഞാൻ ഇത്ര എത്തിയിട്ടുള്ളൂ. ഇനിയും ഇത് മുകളിലേക്ക് എത്രയോ ഹൈറ്റിലേക്ക് കിടക്കുകയാണ്. കണ്ടോ, ഭയങ്കരനൊരു കല്ലാണ്. അതൊക്കെ റോഡിലേക്ക് എത്തിയതാ. ഈ ഒരു കല്ലൊക്കെ എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളത് ആ ഒരു വെള്ളത്തിൻ്റെ ശക്തി തന്നെയാണ്. അതൊക്കെ മുണ്ടക്കയിൽ ഇവിടെ കുറേ വീടുകളൊക്കെ പള്ളികളൊക്കെ കാണുന്നുണ്ടെങ്കിലും പക്ഷേ ഇവിടെ ഒരാളെപ്പോലും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഒരാൾ പോലും ഇല്ല ഇവിടെ നിന്ന്. ഇവിടെയുള്ള താമസക്കാരൊക്കെ ഒഴിഞ്ഞു പോയതാന്ന് തോന്നുന്നു. കുറേ വീടുകൾ അനാഥമായിട്ട് അങ്ങനെ കിടക്കുന്നുണ്ട് ഇവിടെ. ഈ കുറച്ചായിട്ട് ചെറിയൊരു നീരരുവിയായിട്ട് ഒഴുകുന്ന ഈ ഒരു പുഴയാണ് നൂറുകണക്കിന് മനുഷ്യരുടെ ജീവനെടുത്തത്. ഇത്രയും വലിയൊരു മലയുടെ ചെറിയ ഒരു ഭാഗം മാത്രമാണ് ഇടിഞ്ഞു വന്നത്. കണ്ടോ, ഞാൻ ഏകദേശം അതിൻ്റെ അടുത്തുള്ളത്. ഇപ്പോൾ ഇതൊക്കെ എന്താ പറയുക, ഒരു മരം കാണാൻ കിട്ടുന്നില്ല. ആരുമില്ലാത്തൊരവസ്ഥ അവിടെ. എൻ്റെ ഈ ബേക്കിൽ അത് അവിടെ കാണുന്ന അവിടെ നിന്നാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളത്. ഞാനിപ്പോൾ ആ ഒരു ഭാഗത്താണ് ഉള്ളത്.